ഏതൊരു പുതിയ ട്രേഡറും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ആണ്, സൂപ്പർ ട്രെൻഡ്, മൂവിങ് ആവറേജ്. എന്നാൽ തുടർന്ന് അവർക്ക് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് അവർ പ്യുവർ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലോട്ടൊക്കെ വരുന്നതായിട്ട് കാണാം. അങ്ങനെ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്തില്ല എങ്കിൽ ഉറപ്പാണ് നമ്മുടെ ട്രേഡിംഗ് ജേർണി ഒരിക്കലും ഒരു സക്സസ്ഫുൾ ട്രേഡിംഗ് ജേർണി ആയിട്ട് മാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. സോ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രൈസ് ആക്ഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്? ഒരു ബിഗിനർ ഫേസിൽ നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ്, മൂവിങ് ആവറേജ്, ബോളിജർ ബാൻഡ്, അതുപോലെ തന്നെ ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൈസും വോളിയും മാത്രം മതി നമുക്ക് ട്രേഡ് ചെയ്യാൻ എന്ന് നമുക്ക് ഡിസിഷൻസ് എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം NSE ഫ്രീ ആയിട്ട് തരുന്ന അപ് ടു ഡേറ്റ് ഡേറ്റ എന്ന് പറയുന്നത് അത് പ്രൈസും അത് വോളിയം ആണല്ലേ. അപ്പോൾ ഈ പ്രൈസും വോളിയം വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് നമ്മൾ പറയുമ്പോൾ, പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന വട്ടം വലി മത്സരത്തെ കുറിച്ചാണ്. നമ്മുടെ ആട് സിനിമയിലൊക്കെ നമ്മൾ കാണിക്കുന്നല്ലേ, ജയസൂര്യൊക്കെ വന്നിട്ട് ഈ ഒരു വട്ടം വലി മത്സരം, ആ ഒരു ആവേശത്തിലാണ് ആക്ച്വലി ബയ്യേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ ഒരു വട്ടം വലി നടത്തുന്നത്. അപ്പോൾ വടംവലി ഇങ്ങനെ നടത്തുന്നത്, രണ്ടാളിങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ച് വയ്ക്കും. സോ ഒരു ടീം എന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ വലിച്ച് മറ്റേ ടീമിനെ അങ്ങനെ കൊണ്ടുവരും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു ടീമിൻ്റെ പിടിയെല്ലാം വിട്ടുപോകും, ഒരു ഡയറക്ഷനിൽ ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് നടത്തും. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു റേഞ്ചിൽ ഇങ്ങനെ മാർക്കറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ആ ഒരു രീതിയിൽ നിൽക്കുകയും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ടീം അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ബയ്യേഴ്സും സെല്ലേഴ്സിൻ്റെ ഈ ഒരു വട്ടം വലിയ മത്സരമാണ് ആക്ച്വലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പാറ്റേൺസ്, ട്രെൻഡ് ലൈൻസ്, ഇങ്ങനെയുള്ള പല പ്രൈസ് ആക്ഷൻ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്നാലും ഏറ്റവും സക്സസ്ഫുള്ളി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഹയർ ദെൻ ഹൈ ദെൻ ഹൈ ലോ ഇങ്ങനെ പറയാണ് മുകളിലോട്ട് പോവുക. താഴത്തോട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ലോവർ ലോ സ്ട്രക്ചർ ആയിരിക്കും മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്ത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട ഒരു കാര്യം എന്താണ്, വോളിയമാണ്. അപ്പോൾ വോളിയം കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ കുറച്ചുകൂടി നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ചില സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്ക് ഹയർ ഹൈസും ഉണ്ടാവില്ല, ലോവർ ലോസും ഉണ്ടാവത്തില്ല. ഈ ഒരു രീതിയിൽ സൈഡ് വൈസ് അടിച്ച് നിൽക്കും. അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ആ ഒരു സമയത്ത് എങ്ങനെ രക്ഷപ്പെടാം, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൻ്റെ മേജർ പാർട്ട് പ്രൈസ് എന്ന് തന്നെയാണ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കത് എവിടെ നിന്ന് കിട്ടുക, നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു രീതിയിൽ ഈ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കൂ. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ വരുന്നു, എഗെയിൻ ഹൈ പോകുന്നു, ലോ വരുന്നു. ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയെ നമ്മൾ പറയുന്നത് ഹൈ സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ലോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് പുതിയ ഹൈ, എഗെയിൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, എഗെയിൻ പുതിയ ഹൈയിലോട്ട് മാർക്കറ്റ് പോകുന്നു. ഈ രീതിയിലാണ് ഒരു നല്ല അപ് ട്രെൻഡിൽ മാർക്കറ്റ് എപ്പോഴും പോകാറ്, റൈറ്റ്. ഈ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹൈ, ഒരു ലോ, ഹൈ, ലോ, ന്യൂ ഹൈ. എപ്പോഴാണോ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോഴാണ് ഈ ഒരു അപ് ട്രെൻഡിന് അവസാനമായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അപ്പോൾ എവിടെ നമ്മൾ എൻട്രി എടുക്കും, ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു രീതിയിൽ പോകുന്ന മാർക്കറ്റിൻ്റെ ഒരു സിംഗിൾ ലോയിൽ എൻട്രി എടുക്കാൻ നമുക്ക് വളരെ ഇവിടെ നിന്ന് റിവേഴ്സലായോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സിംഗിൾ ലോ വന്നതിന് ശേഷം തൊട്ട് മുമ്പുണ്ടായിരുന്ന സിംഗ് ഹൈ എപ്പോഴാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് എൻട്രി എടുക്കാനാണ് ഏറ്റവും എളുപ്പം. ഈ ലോ വന്നതിന് ശേഷം മാർക്കറ്റ്
ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കാം. എന്നിട്ട് ഈ ഒരു സിംഗ് ലോ SL ആയിട്ട് കീപ്പ് ചെയ്യാം. ഒരു പ്രൈസ് ആക്ഷനിൽ ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അപ്പോൾ ടാർഗറ്റ് നമുക്ക് അൺലിമിറ്റഡ് എന്നുള്ള രീതിയിൽ തന്നെ വെക്കണം. ഇതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പുതിയൊരു സിംഗ് ലോ വരുന്ന സമയത്ത് ആ സിംഗ് ലോയിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതിനെ എന്താക്കണം? പുതിയ സ്റ്റോപ്പ് ലോസ് ആക്കണം. അങ്ങനെ ഓരോ സിംഗ് ലോ മുകളിലോട്ട് വരും തോറും മാർക്കറ്റിൽ എന്ത് വേണം? നമുക്ക് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വേണം. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ കാണാം, നമ്മൾ ഇവിടെയാണ് മാർക്കറ്റ് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നോർമൽ ട്രേഡർ ആണെങ്കിൽ ഇവിടെ വെച്ച് ഫസ്റ്റ് എൻട്രി വെച്ച് നമ്മൾ ഈ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ എത്ര ഇരട്ടി പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക. ഇതാണ് ആക്ച്വലി പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വലിയ പ്രോഫിറ്റ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉള്ള ഒരു മേജർ കാര്യം, ഒരു സൈഡ് വൈസ് ട്രെൻഡിൽ ഇപ്പോൾ നമ്മൾ ഒരു 1 hour ക്യാൻഡിലൊക്കെ ഇട്ടിട്ട് നോക്കുകയാണ്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് ചാർട്ടിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയയിൽ എന്താണ്? ഹയർ ഹൈയും ഇല്ല, ലോവർ ലോയും ഇല്ല. അപ്പോൾ നമ്മൾ ഹയർ ഹൈ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ലോവർ ലോയും. അപ്പോൾ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, താഴത്തോട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ നമ്മൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഈ ഒരു സമയത്ത് നമുക്ക് ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ, ATR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ നമുക്ക് ATR എന്ന് പറയുന്ന ആവറേജ് ട്രൂ റേഞ്ച് നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ട് ഇടാനായിട്ട് സാധിക്കും. സോ ഒരു ഡെയിലി ക്യാൻഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു നാരോ റേഞ്ചിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു നാരോ റേഞ്ചിൽ ഇതൊരു ലൈനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ട്രേഡ്സ്, ഇപ്പോൾ ഇത് ഓക്കെ, ഞാൻ കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ATRൽ താഴത്തോട്ടാണ് ATR വരുന്നതെങ്കിൽ അവിടെ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയയിൽ എന്താണ്? ATR കണ്ടിന്യൂസ്ലി താഴത്തോട്ട് ഒരു ലൈൻ പോലെ താഴത്തോട്ടാണ് വരുന്നത്, റൈറ്റ്? ഒരു ATR ഡൗൺ സൈഡാണ് വരുന്നത്. എപ്പോഴാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്നത്? ആ സമയത്ത് ATRൽ ഒരു ഷാർപ്പ് അപ്പ് സൈഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡൗൺ സൈഡ് അല്ല വരിക, ഒരു ഷാർപ്പ് അപ്പ് സൈഡ്, ഒരു പാരലൽ ഫേസിൽ നിന്ന് ഒരു ക്വിക്ക് ജമ്പ് ATRൽ വരും. അപ്പോൾ ഇത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യിക്കുന്നത് ഓക്കെ, മാർക്കറ്റ് ഇനി അനങ്ങാതെ നിൽക്കുന്നില്ല, മാർക്കറ്റിൻ്റെ റേഞ്ച് വലുതായി എന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് നമുക്ക് ഇത്തരത്തിലുള്ള ATR നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ATRൻ്റെ വാല്യൂ വളരെ കുറവായിട്ട് നിൽക്കുന്ന സമയത്ത് 28, 20ൻ്റെ താഴത്തോട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ ചെറിയ ഒരു റേഞ്ചിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് വലിയൊരു റേഞ്ചിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ATRലും ഒരു വലിയ ജമ്പ് തന്നെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഏരിയ, ഒരു കൺസോൾട്ടേഷൻ റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എന്താ സംഭവിക്കുന്നത്? ATR ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഒരു വലിയ ജമ്പില്ലാതെ താഴത്തോട്ട് പോകുന്ന ഒരു ഫീലാണുള്ളത്. ഈ ഒരു ATR എപ്പോഴാണോ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്തു തുടങ്ങി? മാർക്കറ്റ് ഒത്തിരി താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ATRൽ പെട്ടെന്നുള്ള ജമ്പ് വരികയും മുകളിലോട്ടുള്ളൊരു ജമ്പ് വരികയും മാർക്കറ്റിൻ്റെ ഓവറോൾ റേഞ്ചിൽ ചേഞ്ചസ് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്യാൻ പോവാണ്? മാർക്കറ്റ് ഒരു പുതിയ ഹൈയിലോട്ടോ പുതിയ ലോയിലോട്ടോ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ATR ഷിഫ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് കൃത്യമായിട്ട് പരിഗണിക്കാൻ പറ്റും? ഹയർ ഹൈ സ്ട്രക്ചറിനെ പരിഗണിക്കാം. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഹയർ ഹൈ എന്താണ്? ഇവിടെ ഒരു ലോ എന്നുണ്ട്, എഗെയിൻ ആ ലോ ടെസ്റ്റ് ചെയ്ത് എഗെയിൻ മുകളിൽ പോയി എഗെയിൻ കറക്റ്റ് ചെയ്തു, വീണ്ടും മുകളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു എൻട്രി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ATRനെ നോക്കി നമുക്ക് ഹയർ ഹൈ സ്ട്രക്ചർ എപ്പോൾ എടുക്കണമെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വോളിയം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ വോളിയം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ മറ്റൊന്നുമല്ല, നമുക്ക് താഴത്ത് ഇൻഡെക്സിൻ്റെ ചാർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? നേരെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇടാം. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും ചാർട്ട് കിട്ടും കേട്ടോ, ഇൻഡെക്സിലും വോളിയം കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു
അപ്സൈഡാണ്. നമ്മുടെ ATR ഇവിടെ അപ്സൈഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ATR വന്നു തുടങ്ങിയിട്ടുണ്ട്, റൈറ്റ്? ATR വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ എന്താണ്, അബ്നോർമൽ വോളിയംസ്, ബൈയിങ് വോളിയംസ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോയി. എന്നാൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ബൈയിങ് വോളിയത്തിനേക്കാൾ കുറവാണ് സെല്ലിംഗ് വോളിയംസ്. ഇവിടെ ബൈയിങ് വോളിയംസ് ആണ് വലുത്, സെല്ലിംഗ് വോളിയംസ് ചെറുതാണ്. അപ്പോൾ മേജർ ട്രെൻഡിലായിരിക്കും എപ്പോഴും വോളിയം ഹൈ ആയിട്ടുണ്ടാകുക. അപ്പോൾ ആ ട്രെൻഡിൽ വോളിയം വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ട്രെൻഡിൽ എന്ത് വരും, അത്രയും വോളിയം വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചില സമയത്തൊക്കെ മാർക്കറ്റ് ഈ അപ്സൈഡ് പോയി, ഇവിടെയാണ് വോളിയം വന്നിരിക്കുന്നത്, ഈ ഒരു റേഞ്ചിലാണ് വോളിയം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ചിലപ്പോൾ പുതിയ ബൈ എൻട്രി വരുന്നുണ്ടാവും. ഇവിടെ പുതിയ ബൈ എൻട്രി വന്നിട്ടുണ്ടാവും. സോ അവരെല്ലാവരും മാർക്കറ്റ് മുകളിൽ പോകും എന്ന് കരുതുന്ന സമയത്ത് കുറച്ച് സെൽ ഓഫ് വരും. അത് ആക്ച്വലി എന്താണ്, ആദ്യമേ എൻട്രി ചെയ്ത ആൾക്കാർ ഇവിടെ ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ആ സെൽ ഓഫിൽ ആക്ച്വലി വോളിയം കുറവായിരിക്കും. ഈ ഒരു വോളിയം കുറവായിരുന്നതുകൊണ്ട് തന്നെ വോളിയം നോക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വോളിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാർ അയ്യോ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയി എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് SL ഹിറ്റ് ചെയ്ത് കളയും. ബട്ട് ഇവിടെ വോളിയം നോക്കിയിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് ആക്ച്വലി നമ്മുടെ ബൈ എൻട്രി നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെ എൻട്രി ചെയ്യാം, കൃത്യമായിട്ട് ആ സിങ് ലോയിൽ തന്നെ എൻട്രി ചെയ്യാം. ഈ ഒരു സ്ട്രക്ചറിലെ, ഈ ഒരു അപ്സൈഡ് സ്ട്രക്ചറിലെ ഈ ഒരു സിങ് ലോയിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എങ്ങനെ, ഈ ഒരു അപ്പ് ട്രെൻഡിന് വോളിയം ഉണ്ടാവും, ഈ ഒരു ഡൗൺ ട്രെൻഡിന് വോളിയം കുറവായിരിക്കും. അപ്പോൾ എഗെയിൻ ഈ ഒരു സിങ് ലോയിൽ നിന്നൊരു വോളിയം സ്റ്റാർട്ട് ചെയ്തു, ഒരു ബൈയിങ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ട്രേഡിംഗ് കരിയറും ഇതുപോലെ തന്നെ ഒരു വടംവലി മത്സരമാണല്ലേ. വളരെ നന്നായിട്ട് നമുക്ക് പൊസിഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് നമ്മുടെ സക്സസ്സും നമ്മുടെ ലോസും തമ്മിലുള്ള ഒരു വടംവലി മത്സരമാണ് നമ്മുടെ ട്രേഡിംഗ് ജേർണി എന്ന് പറയുന്നത്. ഈ ഒരു വടംവലി മത്സരത്തിൽ നമുക്ക് സക്സസ് റേറ്റ് കൂട്ടി വന്ന് നമുക്കൊരു എക്സ്ട്രീം അടിപൊളി ട്രേഡർ ആകാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ അല്ല ഇൻഫർമേഷൻസ് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിലോട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത്. സോ കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിലെ വടംവലി മത്സരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.